മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നീ എങ്ങനെ തടുക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ നിധി. നിന്റെ മനസ്സിലെ സംശയം രാജവർമ്മല്ലായിരുന്നോ? പാവ അശോക്. അവനിപ്പോ അവന്റെ അച്ഛനെ കൊല്ലാനുള്ള ദേഷ്യമായിരിക്കും. അങ്ങനെ അവൻ അയാളെയും കൊല്ലും. നിന്നെ തെരഞ്ഞ് അലഞ്ഞ് അവസാനം നിന്റെയും കുഞ്ഞിന്റെയും ശവം കാണി അവനൊരു മുഴുപ്രാന്തനായി മാറും. പ്ലീസ് വേണ്ട, എന്റെ അശോകനെ ഇത്രയ്ക്ക് ചെയ്യാൻ എന്ത് തെറ്റാവും ചെയ്ത്? പറഞ്ഞല്ലോ നിധി, തെറ്റ് ചെയ്തു. അവനല്ല, അവനെയും സരസിനെയല്ല ഈ ഭൂമിയിൽ എത്തിച്ചവൻ. അപ്പൊ ഇവർക്ക് വേദനിച്ചാലേ അവരും വേദനിക്കൂ. കൺമുമ്പിൽ കിടന്ന് മക്കള് പിടയുന്ന കണ്ട് വേദനിക്കണം. അപ്പോ ഞാൻ പൊട്ടിച്ചിരിക്കുന്ന ഇതുപോലെ അട്ടഹസിച്ചിരിക്കുന്ന അവരിലേക്കൊന്ന് മിഴികൾ ഉറ്റു നോക്കി നിധി. അവർ പറഞ്ഞതിന്റെ പൊരുൾ പല സംശയങ്ങളും അവരുടെ മനസ്സിൽ ഉടലെടുക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ ആരാ? അശോകിനി സരസിന്റെ അമ്മ? നിധിയുടെ ചോദ്യം കേൾക്കെ ഒരു പുച്ഛച്ചിരിയോടെ ജാനകി അവളിലേക്ക് മുഖം അടുപ്പിച്ചു. നിന്റെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം അത് ഞാൻ വൈകാതെ നൽകും നിധി. പക്ഷെ അതിനു മുമ്പ് ഈ മരുന്ന് നിന്റെ അശോകനെ കൊണ്ട് കഴിപ്പിക്കുന്ന നിനക്ക് കാണണ്ടേ? നിന്നെ തേടി ഭ്രാന്ത് പിടിച്ച് അവൻ അലയുന്ന നിനക്ക് കാണണ്ടേ? അവന്റെ രക്ഷകയായി കൂടെ ഉണ്ടായിരുന്നല്ലോ നീ. എന്നാ ഇനി നിനക്ക് കഴിയോ? ദേ, നിന്റെ തൊട്ട് മുമ്പിൽ വെച്ച് ഇത് അവന്റെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന കാണണ്ടേ നിനക്ക്? ദാ ഇവിടെ ഇരുന്ന് കാണു നീ. ദേ നോക്ക്. പറഞ്ഞുകൊണ്ട് ആ മുറിയുടെ ചുമലുണ്ടായിരുന്ന കരട്ടം മാറ്റിയതും മുന്നിൽ കാണുന്ന തങ്ങളുടെ ബെഡ്റൂം കാണെ നിധിയുടെ മിഴികൾ വിടർന്നു. റൂമിലെ സെറ്റിൽ കണ്ണുകൾ അടച്ചിരിക്കുന്ന അശോകനെ കണ്ടതും അവളുടെ ചുണ്ടുകൾ വിതുമ്പി. അശോക്, അശോക്! ആ വിളിക്കേ, ഉറക്കെ വിളിക്കുക നിധി. പക്ഷെ നിന്റെ ശബ്ദം ആരും കേൾക്കില്ല നിധി, ആരും. നിങ്ങളുടെ മുറിയുടെ മിററിലൂടെ ദാ നിനക്ക് അവനെ കാണാം, എല്ലാം കാണാം. എന്നാ നിന്നെ കാണാൻ പോയിട്ട് നിന്റെ ശബ്ദം പോലും ഇതിൽ നിന്ന് പുറത്തു പോയില്ല നിധി. ഇനി നീ കൺകുളിർക്കെ കണ്ടോ, ദാ അവരെ ഞാൻ എങ്ങനെയായി മരുന്ന് കഴിപ്പിക്കുന്നതെന്ന്. തൽക്കാലം ദാ നീ വെള്ളം കുടിക്കുക. ഉള്ളിലുള്ള ആ നാശത്തിന് വെള്ളെങ്കിലും കൊടുക്കൽപ്പം. വൈകാതെ ഞാൻ രണ്ടുപേരെയും പറഞ്ഞേക്കും. അതിനു മുമ്പ് അവനെ ഒരു ഭ്രാന്തനാക്കും ഞാൻ. ഭ്രാന്തൻ. അത്രയും പറഞ്ഞ് അവളെ അല്പം വെള്ളം കുടിപ്പിച്ചൊരു പുച്ഛത്തോടെ നടന്നു നീങ്ങിയവർ. നിധി മുന്നോട്ട് നോക്കി വിരുമ്പിക്കൊണ്ടിരുന്നു. അശോക്! തന്റെ മുന്നിൽ കാണുന്നവനെ ഏത് രീതിയിൽ വിളിച്ചാലാണെന്ന് കേൾക്കുക. ഈശ്വര, അശോക്, ഞാനിവിടെയുണ്ട്, അശോക്! അവനെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞവൾ. സെറ്റിയിൽ കണ്ണുകൾ അടച്ചു നിൽക്കുമ്പോഴും അവന്റെ മനസ്സ് മുഴുവൻ നിധിയിലായിരുന്നു. എന്തോ അവൾ തന്റെ അടുത്തുള്ള പോലെ തോന്നി. അശോക് പതിയെ എഴുന്നേറ്റ് മുന്നിലുള്ള കണ്ണാടിക്ക് മുന്നിലേക്ക് ചെന്നു. തന്റെ രൂപത്തിലേക്കൊന്നാകെ മിഴികൾ പായിച്ചു. നിന്റെ വാക്കുകൾ ഞാൻ കണ്ടില്ലെന്ന് അടിക്കാൻ പാടില്ലായിരുന്നു നിധി. പപ്പ വിളിച്ചു കൂടെ നടക്കുമ്പോഴും അയാൾ ഞങ്ങൾക്കെന്നും ബെസ്റ്റ് ആയിരുന്നു. ഇന്ന് അയാൾ വരുന്ന നിന്റെ അടുത്തേക്കാവും. പുറപ്പെടുക ഞാൻ. വൈകാതെ ഞാൻ നിന്റെ അടുത്തെത്തുന്ന നിധി. അയാളുടെ പതനം അതെന്റെ കൈകൊണ്ടായിരിക്കും. ഉറപ്പോടെ അശോക് പറയുന്ന ഓരോ വാക്കും കേൾക്കെ പൊട്ടിക്കരഞ്ഞ് അവനിലേക്ക് നോയിക്കൊണ്ടിരുന്നവൾ. അശോക്, ഞാൻ ഇവിടെയുണ്ട് അശോക്, അശോക്! തന്റെ ഉള്ള ശക്തിയിൽ അത്രമേൽ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അതൊന്നും അവന്റെ കാതിൽ പതിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഡോർ തുറന്ന് അശോകിന്റെ അടുത്തേക്ക് വരുന്ന ജാനകി കണ്ടതും നിധിക്കുന്ന എന്റെ ശരീരം ഒന്നാകെ തളരും പോലെ തോന്നി. ഇത്രയും നേരം തനിക്കുമ്പിലുണ്ടായിരുന്ന രൂപത്തിൽ നിന്നും എന്നും കാണുന്ന അതേ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. സാരിയും ആഭരണങ്ങളും അണിഞ്ഞ മുഖത്ത് സ്നേഹത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് അവരുടെ കയ്യിൽ കാണുന്ന ബോളിലേക്ക് സംശയത്തോടെ നോക്കി നിന്നു നിധി. മോനെ അശോക്! പുറകിൽ സരസ്വതിയുടെ വിളികൾക്ക് അശോക് അവരെ തിരിഞ്ഞു നോക്കി. മമ്മ, എന്താടാ ഇങ്ങനെ ഇരുന്നാൽ കണ്ടുപിടിക്കാൻ കഴിയാവളെ? ദേ, മമ്മ കുറച്ച് ഓട്സ് ഉണ്ടാക്കിയ ഇത് കഴിക്കും. എന്നിട്ട് അവളെ എവിടെ പോയി കണ്ടുപിടിക്കാൻ കഴിയോ? അവിടെ ചെന്ന് കണ്ടുപിടിക്കും മോനെ. വയറ്റിലൊരു കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ കുഞ്ഞ് ഏതവസ്ഥയിലാന്ന് പോലും അറിയില്ല. അവളെ വേദനിപ്പിച്ചവരാരായാലും ദേ അവർ ഇഞ്ചിഞ്ചായി കൊല്ലണം. അശോകിന്റെ കവളിലൊരു കൈ ചേർത്ത് വെച്ച് പറയുന്നവരെ ദേഷ്യത്തോടെ നോക്കി നിന്ന് നിധി. നിമിഷ നേരം കൊണ്ട് അവരുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവാഭിനയങ്ങൾ. മോനെ ഇരിക്കെ, മമ്മ കോരിത്തരാൻ എൻ്റെ മോനെ. നീ ഇങ്ങനെ കഴിക്കാണ്ടിരുന്ന അവൾക്കോ സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? വാ ഇരിക്കെ. പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈപിടി സെറ്റിയിലേക്ക് ഇരുത്തി. എനിക്ക് വേണ്ട അമ്മ, എൻ്റെ നിധി. അവളിപ്പോൾ ഏത് അവസ്ഥയിലാണെന്തോ. അവൾ തിരഞ്ഞ് ഞാൻ പോവാം അമ്മ. ഇനി ഈ പടികൾ കയറുന്ന അവളെ കൊണ്ട് മാത്രമായിരിക്കും. നിന്നെ ഞാൻ തടുക്കില്ല അശോക്. നീ പോകണം. അവളെ കണ്ടുപിടിച്ച് തിരികെ കൈലാസത്തിൻ്റെ പടികൾ കയറണം. അതിന് നീ ഒന്നും കഴിക്കാതെയും കുടിക്കാൻ നടന്നാൽ സാധിക്കുക മോനെ. എന്തായാലും അമ്മ കൊണ്ടുവന്നല്ലേ, അല്പം കഴിക്കുക. പറഞ്ഞുകൊണ്ട് അതിൽ നിന്നൊരു സ്പൂൺ കോരിയെടുത്ത് അവന് നേരെ നീട്ടി. വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവരുടെ നിർബന്ധത്തിൽ തനിക്ക് മുന്നിലേക്ക് നീട്ടിയ സ്പൂൺ അശോക് കഴിക്കാൻ തുടങ്ങിയതും
ഒരു കണ്ണാടിക്കപ്പുറം അവൾ അലറി കരയാൻ തുടങ്ങിയിരുന്നു. അശോക്, വേണ്ട അശോക്, അത് കഴിക്കല്ലേ അശോക്, നിന്റെ നീതിയാ പറയുന്നേ, കഴിക്കല്ലേ അശോക്. തന്നാൽ കഴിയും വിധം അവൾ നിലവിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അല്പം കഴിച്ചു കഴിഞ്ഞതും ജാനകി അവന്റെ മുടിയിലൂടെ തലോടി. ചെല്ല്, ഇനി എന്റെ മോൻ പോയി അവളെ കണ്ടുപിടിച്ചുകൊണ്ട് വാ. പറയുന്നതോടൊപ്പം മുന്നിലെ മിററിലേക്ക് നോക്കി ഗൂഢമായി ഒന്ന് പുഞ്ചിരിച്ച് ജാനകി. അശോക് എണീറ്റ് പുറത്തേക്ക് പോയതും അവൻ പോകുന്ന നോക്കി മിററിനടുത്തേക്ക് വന്നു നിന്നവർ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഇനി എങ്ങനെയാ അവനെ ഞാൻ ആ മരുന്നുകൾ കുടിപ്പിക്കാൻ തുടങ്ങുന്നെന്ന്? ദാ ഇതുപോലെ വേറൊരാഴ്ച, അത് മതി എനിക്ക്. അന്നത്തേക്കാൾ ഡോസ് കൂടി ഈ മരുന്ന് ഈ അവസ്ഥയിൽ വെറും ഒരാഴ്ച മതി എനിക്ക്. അതുവരെ നിനക്കും നിന്റെ കുഞ്ഞിനെയും ഭൂമിയിൽ ആയുസുള്ളൂ നിധി. ഇനി നീ അവനെ രക്ഷിക്കുന്ന എനിക്കൊന്ന് കാണണം. ഒരു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് കയ്യിലെ ബോൾ കറക്കി പുറത്തേക്ക് നടന്നു അവർ. നടന്നു നീങ്ങുന്ന ജാനകിയെ നോക്കിക്കൊണ്ട് തന്നെ നിസ്സഹായാവസ്ഥ ഓർത്ത് തന്റെ ഉദരത്തിലേക്ക് നോക്കി വിതുമ്പിക്കൊണ്ടിരുന്ന നിധി. അശോക് പുറത്തിറങ്ങാൻ പോകാൻ ഇറങ്ങിയതും മോനെ അശോക്, പുറകിൽ അരുന്ധതിയുടെ വിളികൾക്ക് ചുമന്നു കളഞ്ഞ തന്റെ മിഴികളോടെ നോക്കിയവൻ. നിക്ക് പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്ന് കയ്യിലെ താളത്തിൽ നിന്ന് അല്പം കുറിയെടുത്ത് അവന്റെ നെറ്റിൽ തൊട്ടുകൊടുത്തു. എത്രയും പെട്ടെന്ന് അവളെ കണ്ടുകിട്ടും, എനിക്ക് ഉറപ്പുണ്ട്. ആൾക്ക് വേണ്ടി മുത്തശ്ശി ഇവിടുത്തെ അർദ്ധനാരീശ്വരി ക്ഷേത്രത്തിൽ ഒരു പൂജ ഒരുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. എല്ലാവരും ആ പൂജയിൽ പങ്കെടുക്കാനുണ്ടാവും. എല്ലാം ശരിയാവും. വിളിച്ചാ വിളി കേൾക്കുന്ന ദേവിയാ. മോൻ ചെല്ല്, ഈ മുത്തശ്ശി ഇവിടെ ഇരുന്ന് എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അശോക് നിക്ക്, ഞാനും കൂടെ വരാം. അരുൺ പിറകെ വന്നെങ്കിലും അശോക് അതിന് സമ്മതിച്ചില്ല. ഇന്ന് ഈ ശിക്ഷ നടപ്പാക്കാൻ എല്ലാ അർഹതയും തനിക്ക് മാത്രമാണ്. അതിലേക്ക് ആരും വേണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ അശോകനെ കൂടെ കൂട്ടാൻ തയ്യാറായില്ല. ഗേറ്റ് കടന്ന അശോകിന്റെ വാഹനം പുറത്തേക്ക് പോയി നോക്കി തിരിഞ്ഞതും മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന സൗഗന്ധിയേക്കാണ് അവളെ കാര്യമാക്കാതെ അവനകത്തേക്ക് കയറിപ്പോയി. കൂട്ടുകാരിയെ തേടി കണ്ടുപിടിക്കാൻ പോവാ, നാശം. അവൾ ഒരിക്കലും എനിക്ക് കിട്ടിയത് ഈശ്വര, എങ്കിലും എനിക്ക് എൻ്റെ അശോകനെ സ്വന്താക്കാൻ കഴിയും. സ്വയം ഓരോന്ന് പറഞ്ഞുകൊണ്ട് അരുണിന്റെ പിറകെ അകത്തേക്ക് പോയി സൗഗന്ധിയും. മണിക്കൂറുകൾ വീണ്ടും കടന്നുപോയി. അശോകിന്റെ വരവും കാത്ത് കൈലാസത്തിൽ എല്ലാവരും ഒരേ ഇരിപ്പാണ്. രാവിലെ പോയതാണ് രാജവർമ്മ, ഇതുവരെ തിരികെ വന്നിട്ടില്ല. അരുന്ധതി ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവരെ അശോകിനെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. സരസ്വതി, എന്താ അമ്മേ? അവരൊക്കെ വന്നോളൂ, നമുക്ക് എല്ലാവർക്കും ഇറങ്ങാം. നിധിമോൾക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കുന്ന പൂജയാ, ഇനി വൈകിക്കണ്ട. എന്റെ കുട്ടിക്ക് ഒരു ആപത്തില്ലാണ്ട് കണ്ടു കിട്ടിയാൽ മതി. പറഞ്ഞുകൊണ്ട് അരുന്ധതി സെറ്റിൽ തകർന്ന അവസ്ഥയിലേക്കും ദുർഗയെ നോക്കി. ഞങ്ങളുടെ കൂടെ വന്നോളൂ, എല്ലാം ശരിയാവും. ഈ രാത്രി പുലരും മുമ്പ് അവളെ തിരികെ കിട്ടും. എന്റെ മനസ്സ് അത്രമേൽ ഉറപ്പോടെ പറയുന്നുണ്ട്. ദുർഗ ഒരു വിതുമ്പലോടെ സത്യന്റെ കൈകൾ ഇറുകെ പിടിച്ചു. വിഷമിക്കാതെ, നമ്മുടെ മോൾക്കൊന്നും പറ്റില്ല. മറ്റാരെക്കാളും അശോകിൽ എനിക്ക് ഉറപ്പുണ്ട്. അവൻ കൊണ്ടുവരും അവളെ. ഈ ഭൂമിയുടെ ഏത് കോണിൽ അവൾ ഉണ്ടെങ്കിലും വാ, അവൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. സത്യൻ ദുർഗയും ചേർത്ത് പിടിച്ച് എണീറ്റു. അമ്മാവ, നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് അവരുടെ കൂടെ ചെല്ല്. അരുൺ, നമുക്കൊന്ന് അശോകിനെ തിരക്കി പോവാം. ആ എന്നാ ശരി. എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ വിളിക്കണേ മോനെ. ശരി അമ്മാവ. സത്യനോട് പറഞ്ഞ് ദേവൻ അരുണിന്റെ അടുത്തേക്ക് ചെന്നു. എന്തോ പോയിട്ട് ഇത്രയും സമയമായിട്ട് അശോകിനെ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല. വല്ലാത്തൊരു ടെൻഷൻ. എന്തെങ്കിലും ആപത്ത് പറ്റി കാണും, ഓർത്തിട്ടൊരു സമാധാനമില്ല. അതുകൊണ്ടാണെന്ന് പോയി നോക്കാമെന്ന് തോന്നിയത്. ദേവനെ കണ്ടപ്പോൾ അവനെയും കൂടെ കൂട്ടാന്ന് കരുതി. അരുൺ അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അധികം വൈകാതെ കൈലാസത്തിൽ നിന്ന് എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാനൊരുങ്ങി. തളർച്ചയോടെ എപ്പോഴും അറിയാതെ മിഴികളും നടഞ്ഞു പോയതാണ്. അമ്മേ! ഉറക്കാനെറിക്കൊണ്ട് പെട്ടെന്ന് മിഴികൾ വലിച്ചുറന്ന് നിർത്തി. അടിവയറ്റിലും തുളഞ്ഞു കയറുന്നൊരു വേദന. അശോക്! ശ്വാസം ആഞ്ഞു വലിച്ച് ഉറക്കി വിളിച്ചവൾ. ഇല്ല, തനിക്കിനി അധിക നേരം പിടിച്ചെടുക്കാൻ കഴിയും തോന്നില്ല. തന്റെ ഉദരത്തിലേക്കും കെട്ടിയിട്ട കൈകളിലേക്കും ഒരു നിസ്സഹായതയോടെ നോക്കിപ്പോയി. ആ, ഇപ്പോഴും നിന്റെ നിലവിളി നിന്നില്ലേ മിസ്സിസ് അശോക് ഗുപ്ത? കാതിൽ ജാനകിയുടെ ശബ്ദം കേട്ടതും നിധി തനിക്ക് മുമ്പിൽ ഒരു ഗൂഢമായ ചിരിയോടെ നിൽക്കുന്നവരെ നോക്കി. അമ്മേ, എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ, എനിക്ക് വേദന വരുന്ന അമ്മേ, പ്ലീസ്. തന്റെ നിസ്സഹായാവസ്ഥയിൽ അത്രമേൽ ദയനീയമായി അവരെ നോക്കി പറഞ്ഞു നിധി. തന്റെ മുന്നിൽ വിതുമ്പുന്നവളെ കാണെ ജാനകി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇത് ഞാൻ പ്രതീക്ഷ തന്നെയാ നിധി, പക്ഷെ ഇത്ര പെട്ടെന്ന് ഞാൻ കരുതിയില്ല. നീ വിഷമിക്കണ്ട, ദേ കുറച്ച് സമയം കൂടെ ഈ നാശമൊന്ന് പുറത്തെത്തട്ടെ. എന്നിട്ട് നിന്നെ കുഞ്ഞെ ഒരുമിച്ചങ്ങ് പറഞ്ഞുവിടാ ഞാൻ. എന്നിട്ട് പതിയെ പതിയെ നിന്റെ അശോകിനെ ഒരു മുഴുപ്രാന്തനായി. എന്ത് മനസ്സാ നിങ്ങൾക്ക്? നിങ്ങൾ സ്ത്രീയല്ലേ, ഒന്നില്ലൊരു അമ്മയല്ലേ നിങ്ങള്? ആ അമ്മ? അമ്മയോ? ആരുടെ അമ്മ? ഒരു കുഞ്ഞിന് ജന്മം നൽകാതെ എങ്ങനെ അമ്മയാവും നിധി? ഏതായാലും നീ തീരാൻ പോവാ. അപ്പൊ പിന്നെ നിനക്കറിയണ്ടേ ശരിക്കും ഞാൻ ആരാണെന്ന്? അതിനേക്കാൾ കൂടുതൽ നിനക്കറിയണ്ടേ അശോകിന്റെയും സരസിന്റെയും യഥാർത്ഥ അമ്മയായ സരസ്വതി മിത്ര ആരാണെന്ന്? അടിവരൽ തുളഞ്ഞേറുന്ന വേദനയിലും നിധി അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അന്ന് നീ എന്റെ മുറിയിൽ ഒരു ഫോട്ടോ കണ്ടില്ലേ?
ശരിക്കും അതാണ് നിതിനിന്റെയും അശോകിന്റെയും സരസിന്റെയും അമ്മ സരസ്വതി മിത്ര. അവളെന്റെ ചേച്ചിയെന്നല്ല, എന്നാ ആരൊക്കെയായിരുന്നു എനിക്കവൾ. അത്രമേൽ സ്വന്തത്തേക്കാൾ വലിയ ബന്ധം. സരസ്വതി എവിടെയുണ്ടോ അവിടെ ഈ ജാനകി ഉണ്ടാവും. ഞാൻ എവിടെയാണോ അവിടെ അവളും. വീട്ടുകാർക്കും മറ്റ് സഹപാഠികൾക്കും എന്നും പറഞ്ഞെടുക്കാനുണ്ടായിരുന്നു ഞങ്ങളുടെ സൗഹൃദം തന്നെയായിരുന്നു. മേലേക്കൽ തറവാട്, അവിടുത്തെ തമ്പുരാട്ടിക്കുട്ടിയായിരുന്നു അവള്, സരസ്വതി മിത്ര. അവരുടെ പോലെ പേരുകേട്ട കിഴക്കെടുത്ത തറവാട്ട കുട്ടിയായിരുന്നു ഞാനും. കുഞ്ഞിലെ തൊട്ട് കൂട്ടുകൂടി പിന്നീട് അങ്ങോട്ട് ചെറിയ ക്ലാസ് മുതൽ കോളേജിലെല്ലാം ഒരുമിച്ച്. അത്രയും വർഷത്തെ ആത്മാവം തന്നെയായിരുന്നു ഞങ്ങളുടെ സൗഹൃദത്തിന്റെ ഫലവും. എന്നും പരസ്പരം തുറന്നു പറയുന്ന മനസ്സായിരുന്നു. കൈലാസത്തിലെ രാജവർമ്മ ഗുപ്ത ഞങ്ങളിൽ എത്തും വരെ. കോളേജിൽ BBA ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ മുതലാണ് ഞങ്ങൾ അയാളെ പരിചയപ്പെടുന്നത്. അത്രമേൽ വിനയവും സംസാരവും എല്ലാം എന്തോ ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് അയാളോട് ഇഷ്ടം തോന്നി തുടങ്ങി. എല്ലാം തുറന്നു പറയുന്നതുകൊണ്ട് തന്നെ അതും ഞാൻ അവളിൽ നിന്ന് മറച്ചു വെക്കാൻ നിന്നില്ല. കേട്ടപ്പോൾ ഒരു എതിർപ്പില്ല, എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു അവള്. ഞങ്ങൾ 3 പേര് നിൽക്കുമ്പോൾ എന്നെ അവൻ്റെ അടുത്തേക്ക് നിർത്തും. ഞാൻ അവനുമായിട്ട് അടുക്കട്ടെ എന്ന് കരുതി ഞങ്ങൾക്കിടയിൽ നിന്ന് ലൈബ്രറി പോകണമെന്ന് പറഞ്ഞ് എന്നെ അവൻ്റെ അടുത്തേക്കാക്കി അവൾ മാറി നിൽക്കുമായിരുന്നു. 1 വർഷത്തോളം എൻ്റെ പ്രണയം മനസ്സിൽ കാത്തുവെച്ച് ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ ചിരിയും തമാശയും സംസാരമെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കുള്ള പോലെ അവൻ എന്നെയും തിരിച്ച് പ്രണയിക്കുന്നുണ്ടെന്ന്. അങ്ങനെ 1 വർഷത്തിന് ശേഷം എൻ്റെ പ്രണയം തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ തീരുമാനിച്ചു എന്ന് പറയുന്നല്ല, അവൾ തീരുമാനിപ്പിച്ചു എന്ന് പറയുന്ന ശരി. എന്നെ കൊണ്ട് നിർബന്ധിച്ചു. കോളേജിൽ നടക്കുന്ന വാലന്റൈൻസ് ഡേ പ്രോഗ്രാമിൻ്റെ അന്ന് അവന് വേണ്ടി പ്രത്യേകം ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് കൊണ്ട് അന്ന് ഞാൻ അവൻ്റെ മുന്നിലേക്ക് ചെന്നു. തിരികെ അവനിൽ നിന്ന് എനിക്ക് വേണ്ടി ഒരു പ്രണയ സമ്മാനം പ്രതീക്ഷിച്ച് അവനെയും തിരഞ്ഞ് ഗിഫ്റ്റ് കൊണ്ട് ലൈബ്രറിയിൽ ചെന്ന് ഞാൻ കാണുന്നത് എന്താണെന്നറിയോ? അറിയോ നീതി നിനക്ക്? എനിക്ക് മുന്നേ സരസ്വതിയുടെ മുമ്പിൽ മുട്ടൂത്തി ഒരു റിങ് നീട്ടി അവളെ പ്രപ്പോസ് ചെയ്യുന്നവനെ. ഈ കാലത്രീ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന മുഖം എന്തോ എനിക്ക് താങ്ങാൻ പോലും കഴിഞ്ഞില്ല. അവളും അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല എനിക്ക് അവനോടുള്ള പ്രണയം അറിയുന്നതുകൊണ്ട് തന്നെ അവൻ്റെ പ്രണയത്തെ നിരസിച്ചുകൊണ്ട് അവൾ അവിടുന്ന് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന അവൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ നിന്ന് അവൾ എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചു. മാത്രമല്ല അവനെ പറഞ്ഞു മനസ്സിലാക്കി എൻ്റെ പ്രണയം അവനോട് പറഞ്ഞ് എന്നിലേക്ക് അവൻ എത്തിക്കാമെന്ന് വാക്ക് തന്നവള്. അവളോടുള്ള ആത്മാർത്ഥം കൊണ്ട് വീണ്ടും അവളുടെ വാക്കുകളിൽ എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും പൂവണിയാൻ തുടങ്ങി. വീണ്ടും ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങി. ആദ്യ സരസ്വതി അവനെ മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. എങ്ങനെയും എന്നെ അവനെ ഒരുപ്പിക്കണമെന്ന ഭാവമായിരുന്നു അവളിൽ. അങ്ങനെ പോകെ പോകെ ആദ്യം അവളിൽ എനിക്ക് വലിയ മാറ്റം തോന്നിയില്ല. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്ന പോലെ. ക്ലാസ്സുള്ള ടൈം തലവേദന പറഞ്ഞ് ഇടയ്ക്ക് ലൈബ്രറിക്ക് പോകും. അവൻ തന്നെ കൂട്ടാതെ തനിച്ച്. രാത്രി ഹോസ്റ്റലിൽ വെച്ച് വീട്ടിൽ നിന്ന് വിളിക്കുന്ന പറഞ്ഞ് അവൾ എൻ്റെ അടുത്ത് മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. എല്ലാം കണ്ട് എനിക്ക് സംശയം തോന്നിയപ്പോൾ അതറിയണമെന്ന് കരുതി ഒരിക്കലും അവൾ തലവേദന എന്ന് പറഞ്ഞ് ലൈബ്രറി പോയ സമയം അവളറിയാതെ ഞാനും കൂടെ ചെന്നത്. എന്നാൽ അവൾ പോയത് ലൈബ്രറിയിലേക്കല്ല, കോളേജിലെ പഴയൊരു ബിൽഡിംഗ് ഉണ്ട്. പൊളിഞ്ഞു വീഴാനായതുകൊണ്ട് അവിടെ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നില്ല. അതിൻ്റെ പുറകിലേക്ക് പോകുന്നവളെ കാണേ ഞാനും കൂടെ ചെന്നു. ചുറ്റും നോക്കി അല്പനേരം ആരെയോ കാത്തുന്ന പോലെ അവൾ നിൽപ്പ് കാണേ എൻ്റെ ഹൃദയമല്ലാതെ പിടക്കാൻ തുടങ്ങി. ചിന്തിച്ച പോലെ ആവരുതെന്ന് കരുതി പ്രാർത്ഥിച്ച് മുന്നോട്ട് നോക്കിയത് കാണുന്നത് അവളുടെ അടുത്തേക്ക് വരുന്ന രാജനെയാ. കൊട്ടിയടഞ്ഞ എൻ്റെ മനസ്സിൽ പ്രതീക്ഷ അന്ന് അവൾ എന്നെ ചതിക്കുകയായിരുന്നു. കുറച്ച് ദിവസമായി അവനോട് അധികം സംസാരിക്കാൻ വരാറില്ല. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറും. എല്ലാവർത്തും എനിക്ക് ശരിക്കും ഭ്രാന്തി പിടിക്കുന്ന പോലെ ആയിരുന്നു. അവൾ എന്നോട് എല്ലാം മറച്ചു വെച്ച് എന്നെ ചതിക്കുകയായിരുന്നു. അന്ന് അവിടുന്ന് മനസ്സും ശരീരം ഒരുപോലെ തളർന്ന് ഞാൻ തിരികെ ക്ലാസ്സിലേക്ക് ചെന്നു. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ എൻ്റെ മുന്നിലേക്ക് അവൾ വന്നപ്പോൾ ഈ കാലത്രയില്ലാത്ത വെറുപ്പായിരുന്നു എനിക്ക് അവളോട്. എത്രയൊക്കെ അടക്കി വെച്ചിട്ടും പിന്നീടുള്ള ദിവസങ്ങൾ എനിക്ക് എന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം കോളേജിലെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് പോകുന്ന ദിവസം ഹോസ്റ്റലിൽ തിരികെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അവളോട് എല്ലാം പറഞ്ഞ് തുറന്ന് സംസാരിച്ചു. ഞാനെല്ലാം അറിഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലായതുകൊണ്ടാവാം അവൾ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു. എൻ്റെ ഇഷ്ടം അവൻ അറിയിച്ചെന്നും അതൊരിക്കലും അവൻ അംഗീകരിക്കില്ലെന്നും പറഞ്ഞുവെന്ന്. മാത്രമല്ല അവനിഷ്ടം അവളെയാണ്. ആദ്യമൊക്കെ വകവച്ചില്ലേലും വിടാതെ അവനെ പിന്തുടരുന്നുണ്ട്. അവൻ്റെ പ്രണയത്തിന് മുന്നിൽ ഇപ്പോൾ അവൾക്ക് അവനോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന്. ശരിക്കും അവിടെ വിഡ്ഢിയായത് ഞാനല്ലേ? ഞാനും എൻ്റെ പ്രണയവും. അവൾക്ക് അവനെ വേണമെങ്കിൽ വിട്ടുകൊടുക്കായിരുന്നില്ലേ ഞാൻ? പക്ഷെ വീണ്ടും എൻ്റെ മനസ്സിൽ മോഹങ്ങളെന്ന് പ്രതീക്ഷകളെന്ന് എന്നെ ചതിക്കായിരുന്നില്ലേ? ശരിക്കും അന്ന് തൊട്ടാ ഞാനല്ലാതായി മാറി തുടങ്ങിയത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.